നമസ്കാരം. ഞാൻ ടി സോമൻ. എല്ലാവർക്കും യുഗസാഗരത്തിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ പ്രതിപാദിക്കുന്ന വിഷയം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും യുഗസാഗരത്തിൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ഈ കേരളം മഹാരഥന്മാർ ഉഴുതുമറിച്ച് പുരോഗമന ആശയങ്ങളുടെ വിളഭൂമിയാക്കിയ നാടാണ് കേരളം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ അഭിമാനിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഈ കേരളം 19-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകുന്ന തരത്തിലുള്ള ചില സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരത്ത് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീക്ക് വിദഗ്ധ ചികിത്സ നിഷേധിക്കുകയും അക്യുപഞ്ചർ ചികിത്സ നൽകി ആ അമ്മയെയും കുട്ടിയെയും കൊലപ്പെടുത്തിയ വാർത്തയാണ് വരുന്നത്. മാത്രമല്ല, രണ്ടാം ഭാര്യയുടെ പ്രസവത്തിന്റെ നടത്തിപ്പ് ചുമതല ഒന്നാം ഭാര്യയെയും അവരുടെ മകളെയും ഏൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയൊരു സംഭവം ഉണ്ട്. ആ പെൺകുട്ടിക്ക് വിദഗ്ധ ചികിത്സ നിഷേധിക്കുന്നു എന്ന് നമ്മുടെ ആരോഗ്യ വകുപ്പ് അധികൃതർ നമ്മുടെ പോലീസിനെ അറിയിച്ചു പോലും. പക്ഷേ നമ്മുടെ പോലീസ് സംവിധാനം അനങ്ങിയിരുന്നെങ്കിൽ, ഇടപെട്ടിരുന്നെങ്കിൽ ആ അമ്മയ്ക്കും കുഞ്ഞിനും ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല. മാത്രമല്ല, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ട് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാർ ഒരക്ഷരം പറഞ്ഞതായിട്ട് നമുക്ക് വായിക്കാൻ സാധിച്ചിട്ടില്ല. അവരൊക്കെ ഒട്ടകപ്പക്ഷിയുടെ നയം സ്വീകരിച്ചിരിക്കുകയാണ്. അവരൊക്കെ വടക്കോട്ട് നോക്കിയിരിക്കുന്നതുകൊണ്ടാകാം നിശബ്ദത പാലിക്കുന്നത് എന്നാണ് കരുതേണ്ടത്. അവരുടെ ആ നിശബ്ദതയാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളത് എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.